ഇന്ത്യയിൽ നമ്മൾ റീസെൻ്റ്ലി കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ലോഞ്ചസ് ആണിത്. MG മെജസ്റ്ററിൻ്റെ ലോഞ്ച്. അടിപൊളി ഒരു സർപ്രൈസ് ആയിരുന്നു. സ്ക്രീൻ മാറിയപാട് ഈ ബാക്കിലുള്ള സ്ക്രീനും അതുപോലെ തന്നെ ഓഫ് റോഡിങ് എല്ലാം വന്നു. ഇതുപോലെയുള്ള പല ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. ഇതാണ് പുതിയ MG മെജസ്റ്റർ. D+ സെഗ്മെന്റിലേക്ക് വന്നിരിക്കുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു SUV ആണിത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒന്നുണ്ടാവും. ഡ്രൈവ് ചെയ്യല്ല, എക്സ്പീരിയൻസ് ആണ്. അത് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേൽ. 4 വ്യത്യസ്ത കളറുകളാണ് പുതിയ മെജസ്റ്റർ വരുന്നത്. അതിൽ ഗ്രേ കളറാണ്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു സിൽവർ ഒരു കളറും കൂടെ ഉണ്ട്. എനിവേ ഇതിൽ നമുക്ക് ഫ്രണ്ട് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് LCD 300 GR എഡിഷൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പറയാം. എൻ്റെ ലൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. മാസ്കുലിൻ ആയിട്ട് ലുക്ക് ഉണ്ട്. MGയുടെ ലോഗോ പ്രൊമിനൻ്റ് ആയി നിൽക്കുന്നുണ്ട്. സൈസാണ് എൻ്റെ മേറ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫോർച്യൂണർ ആണ് ഈ സെഗ്മെൻറ്റിൽ നിൽക്കുന്നെങ്കിൽ അതിനേക്കാളും വലുപ്പം, ഹൈറ്റും വീതിയും എല്ലാം കൂടിയുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് പ്രൊപ്പോർഷനാണ് പ്രോപ്പർ ഒരു SUV സ്റ്റാൻസ് ലഭിക്കുന്നുണ്ട്. റിയറിലാണെങ്കിലും കുറച്ച് കാര്യം എനിക്ക് ദഹിക്കാത്തുണ്ട്. മോറസ് ഗാരേജ് എന്നുള്ള വലുതാക്കി എഴുതിയതും മെജസ്റ്റർ എന്നുള്ള വലുതാക്കി എഴുതിയല്ലാണ്. അത് മാറ്റി കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് ഒരു പ്രോപ്പർ ഫുൾ സൈസ് SUVയുടെ ആ ബോക്സി ഡിസൈൻ ഉണ്ട്. 19 ഇഞ്ചിൻ്റെ വീലുണ്ട്. 80 ടയർ നമുക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ 3 ഡിഫ്ലോക്കോടുകൂടിയുള്ള 4-wheeler സിസ്റ്റം വന്നിട്ട് 2.1 ലിറ്ററിൻ്റെ ഡീസലാണ്. അതിന് ഏകദേശം 215 HP 470 Nm ടോർക്ക് ഉള്ളത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ട് ഫുൾ സൈസ് ലക്ഷറി SUV എന്ന് വിളിക്കാം. ശരിയായ ഓഫ് റോഡിങ് കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്ക് ഇന്ന് ഇവിടെ കാണാം. ഇന്റീരിയറിൽ നിങ്ങൾ കണ്ടോളൂ. എന്തായാലും നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമായിട്ട് നിങ്ങൾ കാണാം. ഡ്രൈവ് നമ്മൾ ഇതിൻ്റെ ഡ്രൈവ് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരും. അത് മിക്കവാറും 2-3 മാസത്തിനുള്ളിൽ ഉണ്ടാവുന്നതാണ്, അറിയാൻ പറ്റില്ല. അത് നമുക്ക് ശരിയായ റിവ്യൂവിന് വെയിറ്റ് ചെയ്യാം. ഞാൻ റിവ്യൂ ഒപ്പീനിയൻ ഒന്നും പത്ത് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടാണ്. കാണാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യാം. 810 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വെയ്ഡിങ് ഡെപ്ത്. അതായത് നമ്മൾ പല വണ്ടികൾക്കും 70 അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 81 സെൻറ്റിമീറ്റർ, അപ്പോൾ 70 അതുപോലെ തന്നെ 90 എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡിങ് ചെയ്യുന്ന വണ്ടികളുടെ ഒരു വെയ്ഡിങ് ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് വെള്ളത്തിലും നമുക്ക് ധൈര്യത്തോടെ പോകാം. അതായത് നമ്മളിപ്പം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാലും എയർ ഇൻടേക്സ് എല്ലാം ഇതിൻ്റെയും താഴെയായിരിക്കും. പെട്ടെന്ന് എഞ്ചിനിലേക്കൊന്നും വെള്ളം കയറാതെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ എഞ്ചിനും ട്രാൻസ്ഫർ കേസും അതുപോലെ തന്നെ 4-wheeler സിസ്റ്റം ഇതിൽ കാണാം. ഈ 2.1 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണിത്. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഗിയർ ബോക്സും പിന്നെ ട്രാൻസ്ഫർ കേസും കാണാം. ട്രാൻസ്ഫർ കേസിനും റിയറിലേക്കും ഫ്രണ്ടിലേക്കും പോകണം ഡിഫറൻഷ്യൽ സ്റ്റാഫും കാണാം. അങ്ങനെ 4-wheeler സിസ്റ്റം വരുന്നത്. അതിൽ ഡിഫ്, സെൻട്രൽ ഡിഫ്, റിയർ ഡിഫ്, അതായത് ഫ്രണ്ട് ഡിഫും ലോക്ക് ചെയ്യാൻ പറ്റും. വളരെ ലക്ഷസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലേ ഔട്ട് ആണെങ്കിലും ഒരു പുതുമുണ്ട്. ഒരു സോളിഡ് ലേ ഔട്ടാണ്. ഇവിടെ എല്ലാം തന്നെ കുറച്ച് ക്വാളിറ്റി ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. റബ്ബർ ആണെങ്കിലും ഒരു ലെതറൈറ്റ് ഫിനിഷ് ആണുള്ളത്. നമുക്ക് എയർ വെൻറ്റ് കാണാം. ഒരു സ്ക്രീൻ ഉണ്ട്. ഇവിടെയും സ്ക്രീനാണ്. 2 ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. JBLൻ്റെ 13 സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ്. ഒരുപാട് സ്പേസിലുണ്ട്. പക്ഷേ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 6ഉം 7 സീറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണുള്ളത്. പൂർണ്ണമായിട്ടും 7 സീറ്ററാണ്. എല്ലാവർക്കും ഇരിക്കാൻ പറ്റും കംഫർട്ടബിളി. അതിൽ 6 സീറ്റ് ആകുമ്പോൾ 2 ക്യാപ്റ്റൻ സീറ്റ് ഉണ്ട്. പെനോറമിക് സൺറൂഫ് ഉണ്ട്. 64 കളറിൽ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കായിട്ടുള്ള ലക്ഷറിയസ് ഫീൽ കിട്ടും. പിന്നെ സീറ്റ് മസാജും സീറ്റ് വെന്റിലേഷനും വരുന്നുണ്ട്. അതെല്ലാം തന്നെ ലക്ഷറി എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ലുക്കിൽ നമ്മൾ പറയാനുള്ളത്. സോ ഇനിയാണ് റിയൽ ഫൺ ഓഫ് റോഡിങ്. നമ്മുടെ ഡോക്കിൻ്റെ ടീമുള്ള ഡോക്, യു ആർ ദ ക്യാമറാമാൻ and I'm always here. How are you, buddy? All good. We're going to have a lot of fun. Ready? We're going to enjoy it. നമ്മളിപ്പോൾ ഓഫ് റോഡ് സെഷനിൽ സ്ലഷി റോഡിൽ ABS എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കുന്നത് നമുക്ക് കാണാം. ബേസിക്കലി നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഗ്രാവലിൽ എടുക്കുന്ന സമയം ഡിസ്റ്റൻസും ദൂരം നമുക്ക് ബ്രേക്കിങ്ങിൽ വന്നിട്ടില്ല. കുറഞ്ഞ ഡിസ്റ്റൻസിൽ തന്നെ ശരിക്കും ബ്രേക്ക് ആയിട്ടുണ്ട്. Wow, that was interesting. വാട്ടർ വെയ്ഡിങ്ങിൻ്റെ ശേഷം നമ്മളിതപ്പം പോകുന്ന ഓട്ടോക്രോസ് സെഷനിലേക്കാണ്.
ഇത്രയും വലിയ വണ്ടി നമ്മൾ സ്പീഡായിട്ട് ഇങ്ങനത്തെ ഓട്ടോ ക്രോസ് എടുക്കുമ്പോണ്ടാവുന്ന ഡൈനാമിക്സ്. That's interesting. And if you see, I'm stop here, but you see the struggle. Okay. As soon as I switch on my rear diff, you'll see a click, and there's no struggle at all. Got it. ഫൺ, റിയൽ ഫൺ. ശരിക്കും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണെന്ന് ബോധ്യപ്പെട്ടു. കാരണം നടത്തുന്ന ഓഫ് റോഡ് ജാങ്കി നമ്മൾ ഡോക്ടർ തേജസിൻ്റെ ടീമാണ്. അൻമോളായിരുന്നു എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത്. നമുക്ക് അറിയാം, ആളുകൾ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വണ്ടിയുടെ കേപ്പബിലിറ്റി കാര്യമെല്ലാം മനസ്സിലാക്കാൻ. ഒരുവിധ ഒബ്സ്റ്റക്കിൾസ് എല്ലാം കവർ ചെയ്ത് അതിലെല്ലാം തന്നെ എഫേർട്ട്ലെസ്ലി ചെയ്യാൻ പറ്റി. എനിക്ക് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ആ ടോർഷണൽ റിജിഡിറ്റിയും ബിൽഡ് ക്വാളിറ്റി എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓഫ് റോഡിങ് ആ സിസ്റ്റം ശരിക്കും വളരെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് സംതിങ് വിച്ച് ഐ റിയലി വാണ്ട് ടു ടെസ്റ്റ് പേഴ്സണലി. അപ്പം വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഇതെല്ലാം കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഏതായാലും നമുക്ക് അടുത്തത് റിയൽ ഡ്രൈവിൽ കാണാം. നിങ്ങൾക്ക് എന്ത് തോന്നി ഈ പുതിയ മജസ്റ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കമൻറ്റിൽ വരാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ മറക്കരുത്. അടുത്ത തവണ മറ്റൊരു എക്സ്പീരിയൻസ് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.